ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെയും കറൻറ്റ് എനർജീസ് ആണ്. അതോടൊപ്പം തന്നെ അവരുടെ ഒരു സിറ്റുവേഷൻ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. ഇവിടെ ഇപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു എനർജി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആ ഒരു കാര്യം നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയേറെ ഒരു മാനസിക വേദന അല്ലെങ്കിൽ ഹൃദയവേദന തന്നിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവാം, വിഷമിച്ചിട്ടുണ്ടാവാം, ഉറക്കമില്ലാത്ത രാത്രികൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളുടെ സർവ്വ എനർജിയും ഇതിനായിട്ട് ചിലവാക്കി അല്ലെങ്കിൽ എല്ലാ ഫോക്കസും അതിൽ തന്നെ കൊടുത്തിരുന്ന ഒരു ടൈം പീരീഡ് ഉണ്ടായിരിക്കാം. പക്ഷെ ഇപ്പം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ നിന്ന് ചേഞ്ച് ആവാനായിട്ട് ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ നാളുകളായിട്ട് ഇതിൻ്റെ പുറകെ തന്നെ ആയിരിക്കാം. പേഴ്സൺ, തേർഡ് പാർട്ടി അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ആ ഒരു മാനസിക ബുദ്ധിമുട്ടുകൾ, ഇതിനു വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ട് മടുത്തിട്ടുണ്ടാവാം. നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ടാവാം, പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ളൊരു മാറ്റം നിങ്ങളുടെ ബന്ധത്തിന് ഉണ്ടാവുന്നുണ്ടാവില്ല. അപ്പോൾ അത്രയേറെ ചെയ്ത് നിങ്ങൾ തളർന്നു പോയി. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഇനി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിക്ക് ഇപ്പോൾ ഒരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ പതിയെ മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്റ്റക്നെസ്സിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന മറ്റ് ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇനി വരുന്നതിൻ്റെ വഴിക്ക് വരട്ടെ, ഇനി ഞാനായിട്ട് ഇതിന് വേണ്ടിയിട്ട് കൂടുതലായി കരയുന്നില്ല എന്നുള്ളൊരു രീതിയിലായിരിക്കാം നിങ്ങളിപ്പോൾ മാറിയിട്ടുണ്ടാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പോലും നിങ്ങൾക്ക് അതേക്കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ടൊരു വേദന നിങ്ങൾക്കുണ്ടാവാം. എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ വന്നല്ലോ, എൻ്റെ റിലേഷൻഷിപ്പിൽ ഇത്ര നന്നായിട്ട് പോയിരുന്നാണ് ഈ ഒരു ഗതി വന്നല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ എങ്കിൽ പോലും ആ ഒരു മാറ്റം നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതായത് നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് മാറാൻ, അല്ലെങ്കിൽ എല്ലാത്തിലേക്കും ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾ പതിയെ പുറത്ത് കിടക്കുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു സത്യം ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് അത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരട്ടെ. ഞാനായിട്ട് ഇനി പ്രത്യേകിച്ച് ഒരു ഫോഴ്സും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ധൃതി കൂട്ടുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. ഇത്രയും നാളും ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു അമിതമായിട്ടുള്ള ഒരു ധൃതി, അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും വേഗം വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നു കിട്ടണം എന്നുള്ള ഒരു ചിന്ത, അങ്ങനെ അനാവശ്യമായിട്ടുള്ളൊരു തിരക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതെല്ലാം നിങ്ങൾ മാറ്റി വെച്ചിട്ട് എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുത്ത് പുതിയൊരു പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന. ഒരു മജീഷ്യൻ എനർജി കയറി വന്നിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡ്രീം കം ട്രൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിവുള്ള തരത്തിൽ കേപ്പബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫസ്റ്റ് രണ്ട് കാർഡ്സ് എന്ന് പറയുന്നത് 3 ഓഫ് സോഡ്സ് എനർജി ആൻഡ് 9 ഓഫ് സോഡ്സ് എനർജി. അത്ര രണ്ടും പെയിൻഫുൾ ആയിട്ടുള്ള കാർഡ്സ് തന്നെയാണ്. അത്രയേറെ നമ്മളുടെ ഹൃദയം കീറി മുറിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ സ്വസ്ഥതയെ സമാധാനം നശിപ്പിക്കുന്ന തരത്തിൽ വിഷമിച്ചിരുന്നൊരു ടൈം പീരീഡിൽ നിന്നുള്ള ഒരു ഷിഫ്റ്റിംഗ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മാറ്റം നിങ്ങൾ ഉൾക്കൊണ്ടു, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഫ്രീക്വൻസി നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ചില പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന എൻ്റെ ബന്ധത്തിന് സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്നിലേക്ക് തന്നെ മടങ്ങി വരട്ടെ എന്നുള്ളൊരു രീതിയിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നേരത്തെ വല്ലാതെ ഒരു റെസ്ലെസ് എനർജിയിൽ വളരെ പാനിക്കായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പരിഭ്രമിച്ചൊക്കെ നടന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു റെസ്റ്റിങ്ങിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഒരു എനർജി ഇതിനകത്തേക്ക് അനാവശ്യമായിട്ട് കൊടുക്കുന്നില്ല, അനാവശ്യമായിട്ട് ധൃതി പിടിക്കുന്നില്ല. എല്ലാത്തിനെയും നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു എനർജി, ആ ഒരു ഫോഴ്സിനെ നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളിലേക്കുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ആയിരിക്കാം നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ മറ്റു പല കാര്യങ്ങളും വേണ്ടാന്ന് വെക്കാനോ അത് നഷ്ടപ്പെടുത്തി കളയാനോ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല. വളരെ ധൈര്യപൂർവ്വം അല്ലെങ്കിൽ സധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു ബന്ധത്തിൽ എന്താണോ തകർച്ച ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് തേർഡ് പാർട്ടിയാണോ ഇത് തകർത്തത്, അതിൽ നിന്നെല്ലാം ഒരു മുക്തി കിട്ടും. അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൂർവാധികം ശക്തമായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ നിങ്ങൾ കരുതുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ആ ഒരു ട്രോമയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്ന് നിങ്ങളെ ഒരു ബാലൻസിലേക്ക് പോകാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ്. ഒരു വിഷമം ഉണ്ടായി എന്ന് പറഞ്ഞ് അതിൽ തന്നെ നിങ്ങൾ തലതല്ലിയിരിക്കുന്നില്ല. തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന വ്യക്തികളാണ്. വളരെ ഒരു നല്ലൊരു എനർജി തന്നെയാണ് നിങ്ങളുടേതെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു വ്യക്തി സ്റ്റക്ക് സിറ്റുവേഷനിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഒരു സാഹചര്യത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ചിലപ്പോൾ ആ ഒരു സ്റ്റക്നെസ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു മെൻ്റൽ ബ്ലോക്കേജും കൂടി ആവാനുള്ള ഒരു സാധ്യത നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യത്തിലാണ് ഈ ഒരു പേഴ്സൺ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളോടൊപ്പമായിരിക്കാം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു സാന്നിധ്യം ഈ ഒരു പേഴ്സണെ സ്വതന്ത്രമായിട്ട് വിടുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫ്രീ മൈൻഡ് എന്താണോ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കേപ്പബിൾ ആക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ആകെ മൊത്തം ഒരു മൗഢ്യത്തിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ഒരു വ്യക്തത ഈ ഒരു പേഴ്സണ് തന്നെ മാനസികമായിട്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവരുടെ ഒരു എനർജി മനസ്സിലാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന കാർഡ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, കൂടുതലും ഭൂരിഭാഗവും നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡ്സാണ്. ആ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ്, അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ ഒരു വ്യക്തി അനുഭവിക്കുന്ന സമ്മർദ്ദം അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികമായ ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ, സ്ട്രഗിൾസ് ഒക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആ ഒരു ഡെവിൾ എനർജി ഒഴികെ മറ്റൊരു ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാർഡിലുള്ള എനർജി പോലും നേരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നോക്കുന്നില്ല. ആകെ മൊത്തം പെട്ടിരിക്കുന്നൊരവസ്ഥ. ഒന്നില്ലെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് നോക്കിയിരിക്കുന്ന ആ ഒരു ജഡ്ജ്മെൻറ്റ് എനർജി, ട്രാപ്ഡ് ഇൻ ഫിയർ, അതായത് ആ ഒരു 8 ഓഫ് സോഡ്സിൻ്റെ എനർജിയൊക്കെ പോലെ ഒരു രക്ഷ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള തരത്തിലുള്ള എനർജീസാണ്. ചിലതാണെന്നുണ്ടെങ്കിൽ ആ ഒരു 5 പെൻറ്റക്കിൾസിൻ്റെ പോലെ തല താഴ്ത്തിയിരിക്കുന്നത്, അതുപോലെ തന്നെ 8 ഓഫ് കപ്സിൻ്റെ പോലെ പിന്തിരിഞ്ഞ് നടക്കുന്നത്, ഒരു സ്റ്റെഡിനെസ് ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ഒരു അവസ്ഥയും ഈ പറഞ്ഞതുപോലെയാണ്. അതായത് മാനസികമായിട്ടൊക്കെ ആ ഒരു പേഴ്സൺ വളരെയധികം ബുദ്ധിമുട്ടുന്ന, ഒരു ക്ലാരിറ്റി ഇല്ലാതെ, പല കാര്യങ്ങൾക്ക് ഉത്തരമില്ലാതെ, വളരെയധികം ആങ്സൈറ്റിയോടുകൂടിയൊക്കെ പോകുന്ന ഒരു സമയമാണ്. പല തരത്തിലുള്ള ഫിയർ ഈ ഒരു പേഴ്സണെ അലട്ടുന്നുണ്ടാവാം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്താണോ സംഭവിച്ചിട്ടുള്ളത് അതിനകത്തുള്ള ആ ഒരു നഷ്ടബോധം അല്ലെങ്കിൽ ആ ഒരു വിഷമം എല്ലാം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. എങ്കിലും നമുക്കവിടെ ഇവിടെ ആ ഒരു 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിൽ തന്നെ നമുക്ക് കാണാം, തല കുമ്പിട്ടിരുന്ന് വിഷമിക്കുന്ന ആ ഒരു ഇമേജാണ് നമുക്കവിടെ കാണുന്നത്. പക്ഷേ ഒരു റൂമിനകത്ത് പെട്ടിരിക്കുകയാണ്, പുറത്തേക്ക് പോകാൻ കഴിയാതെ. പക്ഷേ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം അതിൻ്റെ ഒരു താക്കോൽ എന്താണോ അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അനുഭവിക്കുന്ന എന്ത് പ്രശ്നം വേണമെന്നുണ്ടെങ്കിലും മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അതിനുള്ള കേപ്പബിലിറ്റി ഒരു പേഴ്സൺ ഉണ്ട്. പക്ഷേ അവരത് തിരിച്ചറിയുന്നില്ല, അവരത് മനസ്സിലാക്കുന്നില്ല. ആ ഒരു വ്യക്തിക്ക് തന്നെ അവരുടെ ഒരു സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് അവർ പെട്ടുപോയിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ എനർജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും നിങ്ങളൊരു സെപ്പറേഷനിലൊക്കെ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളോട് വന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒരു സ്റ്റെഡിനെസ് കിട്ടുന്നുണ്ടാവില്ല. ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും വന്നതുപോലെ തന്നെ തിരിച്ചു പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റോ ക്ലാരിറ്റിയോ തരാൻ പറ്റാത്ത രീതിയിലുള്ളൊരവസ്ഥ ചിലപ്പോൾ നിങ്ങൾക്ക് ഫേസ് ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടിരിക്കുന്ന ഒരു പേഴ്സണാണ്, പക്ഷേ അവർ പലപ്പോഴും നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടോ അത് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകുന്നില്ല, വന്നതുപോലെ തന്നെ തിരിച്ചു പോവുക, അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്ത് ഒരു സ്റ്റക്നെസ് വന്ന്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ അകന്ന് പോകുന്ന ഒരവസ്ഥ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പറയാം. കാരണം അങ്ങനെയുള്ളൊരു എനർജി നമുക്ക് വളരെ ഇതിനകത്ത് കയറി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിട്ട് കളയാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. അത്രയേറെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അവരൊരു സ്ഥാനം മനസ്സിനകത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ അവരെ പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് സമ്മതിക്കാതെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഭൂരിഭാഗം വ്യക്തികൾക്കും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ ട്രെയിറ്റ് ഉള്ള വ്യക്തികളായിരിക്കാം. അതായത് ആ ഒരു എനർജിയാണ് ഇവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നത്.
അല്ലെങ്കിൽ എത്ര അകന്നു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമ്മർദ്ദം തരുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് വേണമെങ്കിൽ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ കഴിയാത്തതിൻ്റെ ആ ഒരു കണക്ഷൻ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ഇവിടെ നിൽക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ഈ ഒരു പേഴ്സൺ അങ്ങോട്ടും പിടിച്ച് വലിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരു വ്യക്തി അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഇനി ഒരു ഫോഴ്സിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു തരത്തിലാണ് ഇവരുടെ ഒരു മാനസികാവസ്ഥ. അങ്ങോട്ടും പോകാൻ വയ്യ ഇങ്ങോട്ടും പോകാൻ വയ്യ എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈം പീരീഡാണ്. കാരണം ഇപ്പോൾ ഇവർ നിങ്ങളുടെ അടുത്താണെന്നുണ്ടെങ്കിലും ഒട്ടും ഹോണസ്റ്റ് ആയിട്ട് ചിലപ്പോൾ പെരുമാറിയെന്ന് വരില്ല. കാരണം അവരുടെ മനസ്സിനകത്തുണ്ടെന്നുണ്ടെങ്കിലും പുറമേ ചിലപ്പോൾ അങ്ങനെ പെരുമാറാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിഞ്ഞെന്ന് വരില്ല. അല്ലെങ്കിൽ ഒരുപാട് സീക്രറ്റ്സ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഉണ്ടാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഇപ്പോഴും നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കള്ളങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരുപാട് സത്യങ്ങൾ ചിലപ്പോൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. ആ ഒരു തരത്തിലൊക്കെ പെരുമാറാനായിട്ട് വളരെയധികം സാധ്യത കൂടുതലായിട്ടുള്ള ഒരു ടൈം പീരീഡ് തന്നെയാണ്. ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യം, ഏതെങ്കിലും ഇപ്പോൾ നിങ്ങൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണോട് എന്തെങ്കിലും ക്ലാരിറ്റി ചോദിച്ചൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവർ അകാരണമായിട്ട് നിങ്ങളോട് വളരെ റൂഡായിട്ട് തന്നെ ദേഷ്യപ്പെട്ടെന്ന് വരാം. ചിലപ്പോൾ നേരത്തെ ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരിക്കില്ല, നിങ്ങൾ ഒട്ടും വേദനിപ്പിക്കാത്തൊരു വ്യക്തി ആയിരിക്കാം. അല്ലെങ്കിൽ അത്രയേറെ നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഈ ഒരു വ്യക്തി ഇപ്പോൾ പഴയ ആളല്ലല്ലോ, എന്തൊക്കെയോ മാറ്റങ്ങൾ ഇവർക്ക് സംഭവിച്ചല്ലോ എന്നുള്ളൊരു രീതിയിലെല്ലാം ചിലപ്പോൾ ഇവരെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പരിധി വരെ ഈ ഒരു പേഴ്സൻ്റെ ഒരു ടൈം, അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലം എന്താണോ അതും അവർക്ക് അനുകൂലമല്ലാത്തൊരു ടൈം പീരീഡ് ആയിരിക്കും. അതായത് ആകെ മൊത്തം തലക്ക് ചൂട് പിടിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു വ്യക്തി ഏത് സാഹചര്യത്തിലാണോ ഉള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള വ്യക്തികൾ ആ ഒരു നെഗറ്റീവ് എനർജിയുടെ പിടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് തന്നെ പോയി ചാടിക്കൊടുത്തതായിരിക്കാനാണ് ചിലപ്പോൾ കൂടുതൽ സാധ്യത ഉണ്ടാകുന്നത്. അതായത് ഈ ഒരു പേഴ്സൺ തന്നെ അവരുടെ ഏതെങ്കിലും ഒരു സമയദോഷത്ത് അതിൽ തന്നെ പോയി തലവെച്ച് കൊടുക്കുന്ന ഒരവസ്ഥ. നമ്മൾ തന്നെ നമ്മളുടെ കുഴി കുഴിക്കുക എന്ന് പറയുന്നത് പോലെയുള്ള സിറ്റുവേഷൻസ് പലരുടെയും ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എത്ര ചെയ്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര ആലോചിച്ചു കഴിഞ്ഞാലും നമുക്ക് തിരിച്ച് പിടിക്കാൻ കഴിയാതെ വരുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ ഇരിപ്പുകൊണ്ട് തന്നെ ചിലപ്പോൾ ഉണ്ടായി വന്ന പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു താക്കോലും ഇവരുടെ കയ്യിൽ തന്നെയുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ കഴിയേണ്ടതാണ്. പക്ഷേ ഇവിടെയുള്ള ആ ഒരു പുകമറയ്ക്കുള്ളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ചില സമയത്ത് നമ്മളുടെ ഒരു മൗഢ്യം സംഭവിക്കുന്ന, അല്ലെങ്കിൽ ബുദ്ധിക്ക് ഒരു മാന്ദ്യം സംഭവിക്കുന്നത് പോലെ, അതായത് യഥാർത്ഥ ഒരു പ്രോപ്പർ ഡിസിഷൻ എടുത്ത് പോകാൻ കഴിയാത്തൊരവസ്ഥ, ശരി തെറ്റുകളും മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയിലൊക്കെ പെട്ടുപോകാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഏതാണോ അതിൽ നിന്ന് എത്ര ഈ ഒരു പേഴ്സൺ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാലും വീണ്ടും അതിനകത്തേക്ക് തന്നെ ചെന്ന് ചേരുന്നത് പോലെ അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാപ്പിംഗ് എനർജി എല്ലാം ഓൾറെഡി ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതായത് ഏതെങ്കിലും തരത്തിലുള്ളൊരു ബ്ലാക്ക് മെയിലിങ്ങോ അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ ഒക്കെ ഈ ഒരു പേഴ്സണോട് ചിലപ്പോൾ തേർഡ് പാർട്ടി കാണിക്കുന്നുണ്ടാവാം. അതും ഇതിനകത്തൊരു ഫാക്ടറായിട്ട് ചിലപ്പോൾ നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ ഈ ഒരു സ്പ്രെഡിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം ഒരു ട്രാപ്പിനകത്ത് പെട്ടതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മൂൺ എനർജി, അതും ഈ പറഞ്ഞതുപോലെ ഒരു മുങ്ങി താഴുന്ന ഒരു എനർജിയാണ്. ഇതെല്ലാം ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ നഷ്ടബോധമാണ്. ആ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയതിൻ്റെയോ അല്ലെങ്കിൽ പഴയതുപോലെ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തതിൻ്റെയോ ഒക്കെ ആ ഒരു ലോസ് ഈ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരിയ്ക്കുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ പോലും വീണ്ടും പിന്തിരിഞ്ഞ് നടക്കുന്നൊരവസ്ഥ. അതിന് മുകളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ഡെവിൾ എനർജി ആണെന്നുണ്ടെങ്കിലും കൈനീട്ടി നിൽക്കുകയാണ്, അട്രാക്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വീണ്ടും വിളിക്കുന്ന ഒരു എനർജി തന്നെയാണത്. അപ്പോൾ വീണ്ടും അതിലേക്ക് തന്നെ നടന്നെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വീണ്ടും അതിലേക്ക് തന്നെ കയറി പോകുന്ന പോലെയുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൻ്റെ ഒരു സമയദോഷം, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് എനർജി കാര്യങ്ങളെല്ലാം കയറി നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഇവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡും കൂടി ആയിരിക്കാം ഇത്. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ചധികം സ്ട്രഗിൾസ് ഈ ഒരു പേഴ്സൺ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ വളരെ വേണ്ടപ്പെട്ട വ്യക്തികൾക്കും അവരുടെ ഒരു പെരുമാറ്റ രീതി കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു അവസ്ഥ കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ ഇവിടെ അതുപോലെയൊക്കെയുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ പലരുടെയും കാര്യം പറയാറുണ്ട്, ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ കഷ്ടകാലമാണ്, അവർക്ക് കഷ്ടകാലം പിടിച്ച സമയമാണെന്നുള്ളതല്ല. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ഒരു കഷ്ടകാലം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ആ ഒരു വ്യക്തിയെ ഏറ്റവും സ്നേഹിക്കുന്നത് ആരാണോ, അല്ലെങ്കിൽ അവരെ അത്രയും അടുത്ത് നിൽക്കുന്ന വ്യക്തി ആരാണോ, അല്ലെങ്കിൽ വ്യക്തികൾ ആരൊക്കെയാണോ അവർക്കും അതിൻ്റെ ഒരു പങ്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. കാരണം ഈ ഒരു പേഴ്സൺ ആണത് സഫർ ചെയ്യുന്നതെങ്കിൽ പോലും അവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ വരുത്തി വെക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ട് അവർക്ക് വളരെ വേണ്ടപ്പെട്ടവർക്കും ഇതിൻ്റെ ഒരു അംശം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ശതമാനം അവരിലേക്ക് ചെന്ന് ചേരും എന്നുള്ളത് പലരും വിട്ടുകളയാറുണ്ട്.
അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ നിങ്ങളോട് ഒപ്പമല്ല, അല്ലെങ്കിൽ വളരെ സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും, ആരോടൊപ്പം ആണെന്നുണ്ടെങ്കിലും അവിടെയും ഒരു മനസ്സമാധാനത്തിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ല. ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ട്, ഇന്നർ കോൺഫ്ലിക്റ്റ് ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മാനസിക വിഷമം എന്ന് പറയുന്നത് ഫിസിക്കലി നമ്മൾ അനുഭവിക്കുന്ന പല വിഷമങ്ങളെക്കാളും കൂടുതലായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. ആ ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണമെന്ന് ആ ഒരു വ്യക്തിയുടെ ഇന്നർ വോയിസ് തന്നെ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റു ചില കാര്യങ്ങൾ കൊണ്ട് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ നിങ്ങളുടെ എനർജി ആദ്യമേ തന്നെ പറഞ്ഞപ്പോൾ നമ്മളതിൽ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ആ ഒരു പെയിനിൽ നിന്ന്, അല്ലെങ്കിൽ അകാരണമായിട്ടൊരു നെഗറ്റീവ് എനർജി നിങ്ങളെ പിടികൂടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് നിങ്ങളിപ്പോൾ പുറത്ത് കടന്നിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു പോസിറ്റീവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾക്ക് വിഷമം അല്ലെങ്കിൽ ആ ഒരു പെയിൻ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിനകത്തുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക്, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും നാൾ ആ ഒരു റണ്ണർ ചേസർ എനർജിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ മാറുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളിലേക്കുള്ള അട്രാക്ഷൻ കൂടിക്കൂടി വരുന്നൊരവസ്ഥയാണ്. അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യാൻ കഴിയാത്തൊരു തരത്തിൽ ഈ ഒരു പേഴ്സണ് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പല പെരുമാറ്റങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിഹേവിയർ എല്ലാം ഇവരെയും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ രണ്ടുപേരും അറിയാതെ തന്നെ ആ ഒരു റിഫ്ലക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ ഒരു ഡീപ്പ് തിങ്കിങ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയാനായിട്ട് ആളുടെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. എത്ര ഇതിനകത്ത് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സഫറിങ്സ് കാര്യങ്ങൾ തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഉപേക്ഷിച്ച് പോകാനായിട്ട് ഈ ഒരു പേഴ്സണെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു നെഗറ്റീവിനകത്ത് മുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സണായിട്ട് തന്നെ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇനി ഈ ഒരു പേഴ്സണായിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും യൂണിവേഴ്സിൻ്റെ ഒരു ആക്ഷൻ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കും എന്നുള്ളതാണ്. ആ ഒരു ജഡ്ജ്മെൻറ്റ് എനർജി നമുക്കിവിടെ കാണാം. അതിന് മുൻപായിട്ട് 2 ഓഫ് കപ്സിൻ്റെ എനർജി തന്നെയാണ്. ഇപ്പോൾ കറൻ്റ്ലി അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ ഒരു മുക്തി കിട്ടും, അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗ് ആൻഡ് റിന്യൂവലാണ് നമുക്കിതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ് ഇതെന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ ഒരു റീഡിംഗ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്പർ 1, അതുപോലെ തന്നെ നമ്പർ 14, നമ്പർ 15, നമ്പർ 12, നമ്പർ 18 ആൻഡ് നമ്പർ 20, ഇതെല്ലാം നിങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കണക്ഷനുള്ള നമ്പേഴ്സ് ആയിരിക്കാം. നിങ്ങളുടെ ബർത്ത് ഡേറ്റോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും നമ്പേഴ്സൊക്കെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അതുപോലെ സോഡിയക് സൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും പല സോഡിയക് സൈൻസും ഓൾമോസ്റ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിലും വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ജെമിനായി, സെജിറ്റേറിയസ്, കാപ്രിക്കോൺ, പൈസസ് ഒക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെയും ഒരു എനർജിയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി പൂർണ്ണമായി ഒഴിഞ്ഞ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.